അപ്പോൾ കലോത്സവം സാംസ്കാരിക നഗരിയിൽ കൊട്ടിക്കലാശിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നും കപ്പ് അങ്ങ് കണ്ണൂരേക്ക് പോയി. അല്പം സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല. കാരണം 5 ദിവസം ഞങ്ങൾ അറമ്മാദിച്ചു. കളക്ടർ ബ്രോ ഞങ്ങളോടൊപ്പമുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ സ്വന്തം കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ ഇപ്പോൾ ഞങ്ങളുടെ കലോത്സവത്തിൻ്റെ സ്റ്റുഡിയോയിലുണ്ട്. ഞങ്ങളെല്ലാം തുടങ്ങുന്നതും കളക്ടറിൽ നിന്നാണ്, കൊട്ടിക്കലാശിക്കുന്നതും കളക്ടറിൽ നിന്നാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ പെരുമയുണ്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് അർജുൻ സാറേ ഈ 5 ദിവസം നമ്മൾ കലക്കിയില്ലേ? 5 ദിവസം കലക്കി, സൂപ്പറായിരുന്നു. മൊത്തത്തിൽ ഒരു ആവശ്യമായിരുന്നു. നമ്മൾ 2ാം പൊസിഷൻ കിട്ടി, സിൽവർ കപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എല്ലാ കുട്ടികളും കാഴ്ചവെച്ച്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. കൂടാതെ തന്നെ TCVയും നല്ലൊരു കവറേജാണ് നൽകിയത്. നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസൊക്കെ ഒരുപാട് ഇവിടെ കാണിക്കുകയുണ്ടായി. എല്ലാവർക്കും നല്ല ആവേശമായിരുന്നു. വളരെ സന്തോഷം. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടുന്ന് പിരിയുന്നത്. നല്ല ഒരു പുതു ചരിത്രം സൃഷ്ടിക്കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത്. കാരണം ഇതുപോലെ നല്ല ഒരു ഭംഗിയായിട്ട് പരാതികളൊന്നും ഇല്ലാതെ നല്ല ഒരു കലോത്സവമായിരുന്നു ഈ വർഷം തൃശ്ശൂരിൽ വെച്ച് കടന്നുപോയത്. എല്ലാം നല്ല ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇങ്ങനെ ഒന്ന് സാധിച്ചത്. അതാണ് എടുത്തു പറയേണ്ട കാര്യമാണ് സംഘാടനത്തിലുള്ള മികവ്. കാരണം സാധാരണ കലോത്സവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കല്ലുകടി ഉണ്ടാകാറുണ്ട്. ഇത്തവണ യാതൊരുവിധ, കാരണം മാധ്യമങ്ങൾ നമുക്കറിയാം പണ്ടത്തെ പോലല്ല, എവിടെ എന്ത് നെഗറ്റീവ് അടിക്കാമെന്ന് നോക്കി നടക്കുന്നവരാണ്. പക്ഷേ ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത ഒരു കലോത്സവം 5 ദിവസം സാംസ്കാരിക മണ്ണിൽ കൊട്ടിക്കലാശിക്കുന്നു എന്ന് പറയുന്നത് അത് ജില്ലാ ഭരണകൂടത്തിന് കൂടി അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ്. അതിനുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് TCV നൽകുകയാണ്. ഒപ്പം ഉള്ളിൽ കുറച്ച് സങ്കടമുണ്ടോ കപ്പ് പോയത്? ചെറിയ സങ്കടമുണ്ട്. പക്ഷെ എന്നാലും സിൽവർ കപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുട്ടികളോട് ഉപദേശിക്കാറുണ്ട്, നമ്മൾ മത്സരമാണ് പ്രധാനം, കപ്പല്ല സമ്മാനമല്ല. അപ്പോൾ അത് നമുക്കും ബാധകമാണ്. ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമുക്ക് വരുമ്പോഴത്തേക്ക് ചെറിയ സങ്കടം ഉണ്ടാവും. പക്ഷെ എന്നാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ച, ചെറിയൊരു 5 പോയിന്റാണ് കാഴ്ചവെച്ചത്. എല്ലാവരും നല്ല പെർഫോമൻസ്, ഒരുപാട് സ്കൂളുകൾ, എല്ലാ നല്ല കുട്ടികൾ, എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയിലെത്തിയ കലോത്സവത്തിൻ്റെ കപ്പ് ഈ 5 ദിവസവും സാംസ്കാരിക നഗരിയിൽ ഉണ്ടായിരുന്നു. ഒരു കല്ലുകടി പോലും ഇല്ലാതെ ഈ സംഘാടനത്തിൻ്റെ ഓരോ യൂണിറ്റും, അതിപ്പം നമ്മൾ ക്ലീനിങ് തൊഴിലാളികൾ മുതൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഡയറക്ടർ വരെ ഉള്ളവർ ഈ ഒരു 5 ദിവസം ഇവിടെ ഏകോപിപ്പിച്ച് സാംസ്കാരിക നഗരിയിൽ നിൽക്കുകയാണ്. നമ്മുടെ തലയിൽ ഇപ്പോൾ അല്പം കൂടി കൂടിയില്ലേ? അതെ അതെ, തീർച്ചയായും കൂടിയിട്ടുണ്ട്. തൃശ്ശൂർ എന്താണെന്നുള്ളത് നമുക്ക് കേരളത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടായ്മേൻ്റെ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ ശുചീകരണ തൊഴിലാളികൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ലൈക്ക് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ എവിടെ നോക്കിയാൽ ഗ്രീൻ പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ഞാൻ മുന്നേയൊക്കെ പറഞ്ഞ പോലെ ഗ്രീൻ പ്രോട്ടോക്കോൾ പറയാറാണിത്. കൃത്യമായിട്ട് നമ്മൾ പാലിച്ചുകൊണ്ട് എല്ലാ കാര്യവും വൃത്തി എന്നുള്ളത് പ്രോപ്പറായിട്ട് പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ. നമ്മൾ അടുത്ത ആഘോഷത്തിലോട്ട് ഉടനെ തന്നെ കിടക്കാം. തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. അതെ അതെ, ഇപ്പോൾ നമുക്ക് പൂരം മൂടുണ്ട്. അതെ, ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പൂരം വരും. അപ്പോൾ നമ്മൾ ആഘോഷം മൂഡ് ഓണായിട്ട് തന്നെ ഇരിക്കും. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം ജില്ലയിൽ കപ്പ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഒരു അവധി പ്രഖ്യാപിച്ചു. അവധി പ്രഖ്യാപിക്കുന്നതിൽ സങ്കടമുണ്ടോ? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കപ്പ് കിട്ടും, നമ്മളൊരു അവധി പ്രഖ്യാപിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, പിന്നെ ഏതെങ്കിലും ഒരു അവസരം വരും, ആ സമയത്ത് കോമ്പൻസേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അതാണ് കാരണം നമുക്ക് എല്ലാം ആഘോഷമാണ്. തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എന്തും ഏതും ആഘോഷമാക്കി മാറ്റുന്ന ഒരു സാംസ്കാരിക നഗരി. കാരണം തലയെടുപ്പ് അല്പം കൂടി വർദ്ധിക്കുകയാണ്. 5 ദിവസം കൂടി ഇവിടെ കൊട്ടിക്കലാശിക്കുമ്പോൾ മികച്ച സംഘാടനത്തിലും മികച്ച ഒത്തൊരുമയിലും ഈ ഒരു കലോത്സവം വിജയം വരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണക്കപ്പ് കണ്ണൂരിലേക്ക് പോയെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമില്ല. 2ാം സ്ഥാനം ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. അതും വെറും പോയിൻ്റല്ല, 1023 പോയിൻ്റോട് കൂടി തന്നെ 2ാം സ്ഥാനത്ത് നമ്മൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വിജയികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും, മത്സരമല്ല കലോത്സവമാണ്, ആ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക ആശംസകളും അഭിനന്ദനങ്ങളും നൽകുകയാണ് TCV. എന്തായാലും ഇനി നമുക്ക് അല്പം ഒന്ന് കളറാക്കിയേക്കാം. കളർ മൂഡ് ഓൺ.